ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ടോക്സിക് റൈറ്റർ ഡയറക്ടർ ഗീതു മോഹൻദാസ് മാത്രമല്ല റൈറ്റേഴ്സ് ആയിട്ടുള്ളത്. യഷ് ഉണ്ട്, KGFന്റെ റൈറ്റർ ഉണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടെ എഴുതി ഉണ്ടാക്കിയ ഒരു ഖണ്ഡകാവ്യം 3-3.25 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര മരവിപ്പ് സംഭവിക്കുന്ന, അല്ലെ സമ്മാനിക്കുന്ന. അതിനപ്പുറം നിങ്ങൾ എന്തേ കാണിക്കുക, നമ്മൾ ഇത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇതിന്റെ അവസാനം എന്താണെന്ന് കണ്ടിറങ്ങി അങ്ങ് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് എത്തിക്കുന്ന ഒരു പടം. ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. വിഷ്വലി സ്പെക്ടാക്കുലർ ആയിട്ടുള്ള അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ വിന്റേജ് സിനിമകൾ, അതായത് 1947 ഗോവയിൽ പോർച്ചുഗൽ ഭരണവും അവിടുത്തെ മാഫിയയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തുടങ്ങുന്ന ആ വിന്റേജ് ഒക്കെ നമ്മളെ ഭയങ്കര ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്ന പിക്ചറൈസേഷൻ എല്ലാം അടിപൊളിയായിട്ട് സീൻ ബൈ സീൻ ഫ്രെയിം എല്ലാം കണ്ടിരിക്കാൻ അത്ര രസകരമാണ്. ട്രെയിലറിൽ കണ്ടതിനേക്കാൾ 100 ഇരട്ടി ഇമ്പാക്ട് തരും ഇതിന്റെ വിഷ്വൽസ്. അതാണ് ഈ ഫിലിമിന്റെ ആകെയുള്ള പ്ലസ്. ബാക്കി എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒട്ടും തന്നെ വർക്കായില്ല എന്നുള്ളതാണ്. ഒരു അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസിക സംഘർഷം, ഇതൊക്കെയാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കവിത പോലെ മനോഹരമായി ഒഴുകി ഒഴുകി പോകുന്ന എന്നൊക്കെയായിരിക്കും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നുമല്ല, കഞ്ചാവടിച്ചെഴുതിയ സ്ക്രിപ്റ്റ് പോലത്തെ ഒരു സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബൂ സലിം ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കാശിന്റെ കഴപ്പ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ. കാരണം കുറെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വിഷ്വലി സ്പെക്ടാക്കുലർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല, നമ്മളെ ഒന്നും സ്പർശിക്കാത്ത, എങ്കിൽ ഇവരുദ്ദേശിക്കുന്ന ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന അങ്ങനത്തെ കഥകൾ പറയുന്ന, ശരീരങ്ങൾക്കപ്പുറം മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വരികൾക്കിടയിൽ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ഫ്രെയിമുകളിൽ ശ്രദ്ധിക്കൂ, അവിടെ അതിലൊരു കഥയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. കാരണം ഫ്രെയിം പാരുങ്ക ചെയ്യും, അപ്പോഴേ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് വേണമെങ്കിലുള്ള വിമർശനങ്ങൾ തിരിച്ചടിക്കാം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. എനിക്കൊരു പഞ്ചപരാധമായിട്ടാണ് ഇത് തോന്നിയത്. ഓ, ഇത്രയും സമയം വേസ്റ്റ് ചെയ്ത് ഇത്രയും നാളത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കുറെ തള്ളി വെച്ചല്ലോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് അന്നേ മറ്റേ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇത് ഇറക്കി വിടായിരുന്നു. ഇത് ഗൾഫ് കൺട്രീസിലും ഒക്കെ റിലീസ് വേണമെന്നോ ഇതിന്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡിലേ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു. എപ്പോൾ ഇറക്കിയാലും ഇതിന്റെ റിസൾട്ടൊക്കെ ഒന്ന് തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ലെവലേശം എവിടെയും സ്വാധീനിക്കാത്ത ആകെ രണ്ട് പേര്, നയൻതാരയും ഹിമ ഖുറേഷി പേര് അതെ, ഇവർ രണ്ടുപേരുടെ ആക്ടിങ് കിട്ടില്ല. അതിലും സ്പെഷ്യലി നയൻതാര ഒരു രക്ഷയില്ല. റായൻ എന്ന് പറയുന്ന യഷിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു ഫയർ ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പൊ ഈ പുള്ളിക്കാരിയുടെ ഒരു ചൈൽഡ്ഹുഡ് അഭിനയിച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു ആർക്ക് കംപ്ലീറ്റ് ആയിട്ട് നയൻതാര മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ചില ഡയലോഗ് ഡെലിവറികൾ ഭയങ്കര രസമാണ്. പുള്ളിക്കാരിയുടെ നോട്ടങ്ങളൊക്കെ കൊണ്ടും ഭയങ്കരമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി സ്പോയിലേഴ്സ് ഉണ്ട് ഇനി അങ്ങോട്ട് പറയുന്നതിൽ. അപ്പൊ പുള്ളിക്കാരി മരിക്കുന്ന ഒരു സീനിൽ പോലും ഒരു ഗ്രേസ് ഉണ്ട്, കിട്ടില്ലമായിട്ടാണ് അത് കൺവേ ചെയ്യുന്നത്. ആ മരണത്തെ ഏറ്റുവാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, ഭയങ്കര രസകരമാണ്. അത് പുള്ളിക്കാരി രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് പിന്നെയും നമ്മളെ ഫസ്റ്റ് ഹാഫിന് ശേഷം ഇതിനെ ഒന്ന് കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഇതിന്റെ ടീസർ വന്നപ്പോൾ ഉള്ള ഗീതു മോഹൻദാസിന്റെ ഹിപ്പോക്രസിയെ പറ്റിയും നമ്മൾ പറഞ്ഞു. അതൊക്കെ ഇനി മെയിൽ ഗേസ് ആയിട്ട് അവതരിപ്പിക്കാം, നമ്മുടെ കണ്ണുകളുടെ പ്രശ്നമാണ്, ആണുങ്ങൾ നോക്കുന്ന പ്രശ്നത്തിലാണ്, ഞാൻ പോർട്രേ ചെയ്തത് വേറെയാണ്, അത് കാവ്യാത്മകമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെയാണ് പടം മുഴുവൻ എടുത്തു വെച്ചിരിക്കുന്നത്. രുക്മിണി വസന്തിന്റെ ക്യാരക്ടറൊക്കെ എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയാ, പ്രേമത്തിൽ അകപ്പെടുക, അതിൽ കത്തി അമർന്ന് സ്വയം ഇല്ലാതാകുക എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പടമാണ്. പക്ഷെ ഒന്നും തോന്നുന്നില്ല, ഒന്നും കത്തി അമരുന്നില്ല. നമ്മുടെ തലയല്ലാതെ ഇതൊക്കെ ചൂടാവും. ഇതൊക്കെ കണ്ട് ഇരുന്നിട്ട് അവസാനം എന്ത് അപരാധമാണെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നത്. ഹാവിങ് സെഡ് ദാറ്റ്, വിഷ്വലി അടിപൊളിയാണ്. ഫൈറ്റ് സീക്വൻസ് എല്ലാം മറ്റേ ജോൺ വിക്ക് ഒക്കെ കുറച്ച് കോപ്പി ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. യഷ് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു KGF എക്സ്റ്റൻഷൻ, KGFന്റെ സ്വാഗറും പരിപാടിയും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, കുറച്ചുകൂടെ പീരീഡ് KGF ഇപ്പോൾ 70s 80s ആയിരുന്നെങ്കിൽ ഇതൊരു 40s 60s നടക്കുന്ന കഥയായിട്ട് പിടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഒരു മകൻ കഥാപാത്രവും യഷ് തന്നെ ചെയ്തിട്ടുണ്ട്. ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കാണുമ്പോൾ വിക്രാന്ത് മാസിയെ പോലെയാണ് തോന്നിയത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പുള്ളിയുടെ ഒരു മാനറിസവും കാര്യങ്ങളും അതുപോലത്തെ മുഖമായിപ്പോയി. താടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ശരിക്കും ഒരു അങ്ങ് വേറൊരാളായതുപോലെ ആയിപ്പോയി. അതിലൊന്നും കാര്യമില്ല. അതിന്റെയൊക്കെ ഒരു സസ്പെൻസ് എലിമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവസാനം
ഇതിന് കുറെ എക്സ്പ്ലനേഷനും വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായി നിങ്ങൾ ആ ഒരു പോയിന്റിൽ പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടുപോയി ഇതാണല്ലേ എന്നുള്ള ഒരു ചെറിയ നെട്ടൽ. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം പോയി. ഈ സിനിമയായിട്ടുള്ള എല്ലാ കണക്റ്റും ആ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും പോയി. എന്നിട്ട് ഇതിനകത്ത് ഇതൊരു സർപ്രൈസ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് നമുക്ക് സീൻ ആഫ്റ്റർ സീൻ. ആ സീനിൽ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ്. ആ സീനിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ യഷിന്റെ ഒരു ഫേസ് ഓഫ് കൺഫ്രണ്ടിങ് സീനും അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ട്രോളാവും. അതൊക്കെ സിനിമ ഇറങ്ങി എന്താ പറയുക, OTT-ൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും 8 നിലയിലുള്ള ഒരു ട്രോൾ സാധനമായിരിക്കും. ഒരു 10 മലയാളം സിനിമ വൃത്തിക്ക് പിടിക്കാനുള്ള ഒരു ബഡ്ജറ്റിൽ ഈ സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്. അത്രയ്ക്കുണ്ട്, അത്രയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണാനും ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഗോവയും മക്കാവോയും അതൊക്കെയാണ് കാണിക്കുന്നത്. ചൈന അങ്ങനെയൊക്കെയുള്ള കുറേ ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടൊക്കെ മഞ്ഞുമലകളും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയ്ക്ക് അത് എസ്തെറ്റിക്സ് ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെയാണ് റഷ്യയിലൊക്കെ എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും ഗോവയിൽ എവിടെയാണ് മഞ്ഞുമല? അതോ എനിക്കിനി എൻ്റെ റിലേ പോയതായിരിക്കും, ചിലപ്പോൾ അത് എൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. സിനിമ കണ്ട് എൻ്റെ റിലേ പോയതായിരിക്കും. സ്ഥലകാല ബോധം ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ ആരായിരുന്നു ഇതിനകത്ത് എടുത്തു പറയാനുള്ള പെർഫോമൻസ്? യഷ് അവസാനം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. നയൻതാര അടിപൊളി. ഹിമ ഖുറേഷി എക്സലന്റ്. പുള്ളിക്കാരിക്ക് അത് കേക്ക് വോക്കാണ്. അതൊന്നും പുള്ളിക്കാരി ഭയങ്കര ടാലന്റഡ് ആക്ട്രസ് ആണ്. പിന്നെ ആരായിരുന്നു? സുധീർ നായർ ഉണ്ട്. പുള്ളിക്കാരൻ എല്ലാ ഫ്രെയിമിലും ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഈ ചങ്ങാതി എല്ലാ ഫ്രെയിമിലും ഉണ്ട്, കൂടെയുണ്ട്. അവസാനം ആവുമ്പോഴത്തേക്ക് പുള്ളി തന്നെ രായ മതി നിർത്തി അപരാധം എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് പുള്ളി കൈ നിന്നിട്ട് പറഞ്ഞതായിരിക്കും. പിന്നെ തമിഴാണ് ഞാൻ കണ്ടത്. തമിഴിലെ കുറെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര കോമഡിയാണ്. അതായത് എന്താ, നിങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അരയ്ക്ക് കീഴ്പോട്ട് മാത്രമുള്ള ഭാഗങ്ങളെ നോക്കുന്നുള്ളൂ. അങ്ങനെ പിന്നെ മാസ് ഡയലോഗ് ഒക്കെ ഉണ്ട്. റൂട്ട് പോട്ടവനെ ഒരിക്കലും സംശയിക്കരുത്, അവൻ നിന്റെ റൂട്ടോടെ അറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള യഷിന്റെ അങ്ങനെ കുറെ കോമഡി ഡയലോഗുകളും കാര്യങ്ങളും. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരുവിധം ഒക്കെ ഓക്കെ, വലിയ ബോർ അടുപ്പിക്കാതെ കൊണ്ട് നിർത്തി. ബാക്കി സെക്കൻഡ് ഹാഫിൽ അതിനും കൂടെ തീർത്തങ്ങ് നെഞ്ചത്തോട്ടിട്ട് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനുഭവം. തിയേറ്ററിൽ എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണോ നിങ്ങൾക്കും ഉണ്ടായിരുന്നെന്ന് ചോദിക്കാൻ പോലും എന്താ പറയുക, അതിനു മുമ്പൊക്കെ ആൾക്കാർ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടായിരുന്നു. അപ്പൊ ആകെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയായിരിക്കും പൊതുവേ വരാൻ പോകുന്ന അഭിപ്രായം തോന്നുന്നു. എനിവേസ്, ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായമാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ രേഖപ്പെടുത്തുക. കാരണം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തണമല്ലോ. ഇത് ഞാൻ കാരണം ഇനി ഈ സിനിമ ആർക്കും എനിക്ക് കാണണ്ട എന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.